ഇന്ത്യയിൽ ദേശീയ ഭാഷയും ദേശീയ പുഷ്പവും ദേശീയ മൃഗവും ദേശീയ വൃക്ഷവും ഒക്കെയുണ്ട്. പക്ഷേ ഒരു സ്റ്റേറ്റ് റിലീജിയൻ ഇല്ല, അതായത് ദേശീയ മതമില്ല. അതാണ് നെഹ്റുവും അംബേദ്കറും വിഭാവനം ചെയ്ത വിശാലമായ ഇന്ത്യ. മതരാഷ്ട്രങ്ങൾക്കും ദേശീയ മതമുള്ള രാഷ്ട്രങ്ങൾക്കുമെല്ലാം ഇന്ത്യയുടെ ബദലായിരുന്നു അത്. ദേശീയ മതം ഇല്ലാത്ത രാഷ്ട്രമായ ഇന്ത്യ അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും മതേതരമായിരുന്നു. നെഹ്റു തന്നെ എഴുതിയത് വായിക്കുക: മതവും രാഷ്ട്രീയവും കൂടിക്കലരുന്നതിലും വലിയ അപകടം വേറെയില്ല. വർഗീയതയുടെ രൂപത്തിൽ അത് വരുന്നതിനെയാണ് നാം ചെറുക്കേണ്ടത്. ഇന്ത്യയുടെ നിലനിൽപ്പിന് തന്നെ അത് ഭീഷണിയാകും. ഇങ്ങനെ മതേതരത്വ സങ്കല്പം ഏറ്റവും വ്യക്തമായി വരച്ചിട്ട് രാജ്യത്തിന് മാതൃക കാണിച്ച ആളാണ് നെഹ്റു. നെഹ്റു നാസ്തികനായിരുന്നു, ദൈവവിശ്വാസിയായിരുന്നില്ല. എന്നാൽ ഗാന്ധിജി ഭക്തനായിരുന്നു. ഏറ്റവും മതേതരത്വത്തോടെ ദൈവവിശ്വാസിയായി എങ്ങനെ നിലനിൽക്കാം എന്ന് പഠിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഇന്ത്യയിലെ വിശ്വാസികളായ ലക്ഷങ്ങൾ മാതൃകയാക്കിയതും ഗാന്ധിജിയെയാണ്. ഹേ റാം എന്ന് വിളിക്കുമ്പോഴും ഹേ റഹീം എന്നുകൂടി അതിന് അർത്ഥമുണ്ടായിരുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ആ ആഘോഷങ്ങൾക്കൊന്നും നിൽക്കാതെ ബംഗാളിലേക്ക് ഗാന്ധിജി പോയത് അതുകൊണ്ടാണ്. അവിടെ കലഹിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് നടുവിൽ ഒരു വൻമതിലായി പ്രാർത്ഥനയുടെ അകമ്പടിയോടെയാണ് നിന്നത്. ഗാന്ധിജിയുടെ ആ പ്രാർത്ഥനയെ മറ്റു മതവിഭാഗങ്ങൾ സംശയത്തോടെ നോക്കിയതുമില്ല. സ്വന്തം മതത്തിൽ നിന്ന് തന്നെയാണ് ഗാന്ധിജിക്ക് ഭീഷണി ഉണ്ടായത്. സ്വന്തം മതവിഭാഗക്കാർ തന്നെയാണ് ഗാന്ധിജിയെ ഇല്ലാതാക്കിയത്.